നേടെ എത്ര കത്തിയാലും ഈ താലപ്പൊലിക്ക് ഒരു മഴ ഉറപ്പാ. ഇല്ലേ രഘുവേട്ട? ഇല്ലേ രഘുവേട്ട? എന്താടാ ഈ താലപ്പൊലിക്ക് മഴ പെയ്യൂന്ന്. അതിനാ അതിനിപ്പോ എന്താ? ഞാനൊരു സോഷ്യൽ സയൻസ് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ചാത്തങ്ങോട്ടുപുരം താലപ്പൊലി കഴിഞ്ഞാൽ ഒരു മഴ ഉറപ്പാ. സത്യം, മഴ പെയ്യും. മഴ പെയ്യും. ഒന്ന് പെയ്ത് ഒഴിയട്ടടാ. പെയ്തോട്ടെ ചുമ്മാ പെയ്തോട്ടെ. പെയ്തോട്ടെ. പണിക്ക് പോണോ അമ്മേ? ആർക്കാ വയ്യാത്ത? അനക്കാ? എനിക്കൊരു വയ്യായികയില്ല. അതൊരു വലിയ വീടല്ലേ അമ്മേ? എന്നാ ഇനി പോകുമ്പോ ഞാനും വരാം. ഈ ആ ജനലം കടച്ച് ചീറ്റാൽ അടിച്ചു കയറും. ഈ മഴയെ നോക്കിയിരിക്കുക, തണുപ്പടിക്കും. അല്ലെങ്കിൽ സ്കൂൾ ഓർക്കോടാകുമ്പോഴേക്കൊരു മഴയുള്ളതാ. ഈ ഇവിടെ കിടന്നോ, കറണ്ട് വരട്ടെ. അമ്മേ, എന്തേ? അച്ഛൻ എന്നെ നമ്മുടെ അടുത്തേക്ക് വരില്ലേ? വരണ്ട. അതെന്താ അങ്ങനെ? അനക്ക് വേറൊന്നും ചോദിക്കായില്ലേ? ഉറങ്ങാൻ നോക്ക്. മക്കളെ, ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയാലോ? ഉൽപാദന ഘടകങ്ങളെ കുറിച്ചാണല്ലേ. എല്ലാവർക്കും മനസ്സിലായോ? നിധി, എന്താ ആലോചിക്കുന്നത്? എവിടെ ശ്രദ്ധ? സ്റ്റാൻഡപ്പ്. സ്കൂളിൽ തുറന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇനി വെക്കേഷന് പോരാനായില്ല? ഉൽപാദന ഘടകങ്ങളെ കുറിച്ചൊന്ന് പറയൂ. ക്ലാസ് ശ്രദ്ധിച്ചൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, അടുത്തത് അധ്വാനം. ഗുഡ്. ബാക്കി? എന്താ പ്രസിയെ, അനക്കൊരു ഉഷാറില്ലല്ലോ. ഓരോന്ന് ആലോചിക്കുമ്പോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയത്ത് ഈ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കരുത്. കുറച്ച് കായ ഉണ്ടാക്കണം സുലേച്ചി. ഇപ്പൊ തന്നെ വയറ് പൊന്തി തുടങ്ങി. വല്ലാണ്ട് ഹേമത്തിലുള്ള പണിക്കൊന്നും പോവണ്ട. ഈ പോരാത്തേന് ലീലാമ്മ വക്കീലിനോടും പോണില്ലേ? ഗർഭമൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല സുലേച്ചി. പെട്രോൾ പമ്പിൽ നിന്ന് രമേശൻ വിളിച്ചിരുന്നു. വൈകിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നിട്ട് ഈ എന്ത് പറഞ്ഞു? ഒന്നും തീരുമാനിച്ചിട്ടില്ല. രഘുവിനെ ഇറക്കി വിട്ടത് പോയത്തായിപ്പോയി. ഇപ്പൊ എല്ലാം കൂടി അന്റെ തലേക്ക് വന്നില്ലേ? അല്ല, തരുവാട്ടെ.
വയറുണ്ടോ അപ്പോ അമ്മയ്ക്ക്? വീർത്ത് വീർത്ത് വരുന്നുണ്ട്. വയറ്റില് പെൺകുട്ടിയാണെങ്കിലാ വയറ് വലുതാവുക. അമ്മമാരുടെ ചൊറുക്കും കൂടത്രേ. അത് ശരിയാ. എന്നെ പ്രസവിക്കാറായപ്പത്തിന് വയറ് മത്തമ്പല്ലോണ്ട് വലുപ്പായിന്ന് അമ്മ പറഞ്ഞേ. കാണാൻ നല്ല ചേലായിരിക്കുമല്ലേ? അല്ല നിധിയെ, എനിക്ക് കൊറേ കാലായുള്ളൊരു ഡൗട്ടാ. എന്ത് ഡൗട്ട്? അല്ലടി, ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെ ഈ ഗർഭം ഉണ്ടാവണത്? അത് കല്യാണം കഴിക്കുമ്പോ. കല്യാണം കഴിച്ചിട്ട് സ്നേഹിച്ച് ജീവിക്കുമ്പോ. അപ്പോ സ്നേഹിച്ചിട്ടില്ലേല് കുട്ടികൾ ഉണ്ടാവില്ലേ? ഉണ്ടാവായിരിക്കും. എൻ്റെ അച്ഛൻ വക്കാനുണ്ടാക്കി തെറ്റിപ്പോയിട്ടും എൻ്റെ അമ്മയ്ക്ക് പള്ളയിൽ ഉണ്ടായില്ലേ? അത് പിന്നെ ഓലും തന്നെ സ്നേഹിച്ചില്ലായിരുന്നല്ലോ, അതുകൊണ്ടാവും. ആ, അതുകൊണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മുടെ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇതേപോലെ സജീവമായി മുന്നോട്ട് പോകട്ടെ. കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നതിൽ സന്തോഷം. നിങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് മേൽഘടകത്തിന് ഞാൻ സമർപ്പിക്കുന്നുണ്ട്. സഖാക്കളെ, നമുക്കിനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. ലാൽ സലാം. സഖാക്കളെ, ഞാൻ ചുരുക്കി പറയാം. നമ്മുടെ വനിതാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഏരിയ കമ്മിറ്റിക്കുള്ള തികഞ്ഞ സംതൃപ്തിയാണ് സഖാവ് മുഹമ്മദ് ക ഇവിടെ പ്രകടിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ച് അഭിമാനമുള്ളൊരു കാര്യമാണിത്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അസോസിയേഷൻ്റെ ഈ യൂണിറ്റിനെ ഏൽപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ, തീരുമാനങ്ങൾ ബ്രാഞ്ച് മീറ്റിങ്ങിലെ ചർച്ചകൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായത്തിന് വിടും. ഇനി ഈ യോഗത്തിന് നന്ദി പറയാൻ അസോസിയേഷൻ യൂണിറ്റ് ട്രഷററും പാർട്ടി നോർത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ നഫീസുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സഖാക്കളെ, ഈ യോഗത്തിൽ പങ്കെടുത്ത ഏരിയ കമ്മിറ്റി അംഗം സഖാവ് മുഹമ്മദ് ആക്ക, വാർഡ് മെമ്പർ പ്രവീൺ, പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായ സെക്രട്ടറി സുലേച്ചി, മറ്റെല്ലാ സഖാക്കൾക്കും നന്ദി. ഈ യോഗം അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ഇനി നമുക്കൊരു ചായ ഒടിച്ചിട്ട് പിരിയാം. അപ്പോൾ ശരി എന്നാ. ആ റസിയെ, ഞാൻ മുഹമ്മദാക്കോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂപ്പരാദ്യം ഒന്ന് ചൊറഞ്ഞു. വ്യക്തികൾ ബാങ്കിൽ വരുത്തി വെക്കുന്ന കടബാധ്യതകൾ പാർട്ടി ഏറ്റെടുക്കുന്നതിന് ഒരു പരിധിയില്ലേ? തൽക്കാലം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. മുഹമ്മദാക്ക ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ബാങ്ക് സെക്രട്ടറിനെ വിളിച്ചിട്ട് കുറച്ച് സാവകാശം കൂടി തരാമെന്ന് ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചിട്ടുണ്ട്. കട എഴുതിത്തള്ള എന്തെങ്കിലും ഒരു വഴി പാർട്ടി കൂട്ടിയേ കൂടൂലേ? അതൊന്നും അത്ര എളുപ്പമല്ല നഫീസോ, നിങ്ങൾക്ക് അറിയില്ലേ? ഇതിപ്പോൾ ആ രഘുവിനെ കൊണ്ട് എന്തെങ്കിലും ഒരു തുക അടപ്പിച്ച് കടത്തിൻ്റെ കനം കുറച്ചുകൊണ്ട് വരിക, അത്ര തന്നെ. അതിന് ഈ ഒറ്റമൂച്ചുകാരി ഓൻ ഇറക്കി വിട്ടില്ലേ? കുറച്ച് സാവകാശം തന്ന എന്നെ കൊണ്ട് എത്ര ലക്ഷം ഉറുപ്പ്യൻ്റെ കളിയാണെന്നറിയാലോ. നീ ഒറ്റയ്ക്ക്